ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി സൈക്കോട്രോപിക് മരുന്നുകൾ ഉൾപ്പെടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്നത് വ്യാപകമാകുന്നു. യഥാർത്ഥ കുറിപ്പടിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത ശേഷം മരുന്നുകളുടെ പേര് എഴുതി ചേർക്കുന്നതും കൈയക്ഷരം അനുകരിച്ച് വ്യാജ കുറിപ്പടി തയ്യാറാക്കുന്നതും വ്യാപകമാണ്. ഇത്തരക്കാർക്കെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗം ജാഗ്രതയോടെ നടപടി സ്വീകരിക്കണമെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെയും ഡോക്ടർമാരുടെയും ആവശ്യം. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മെഡിക്കൽ ഷോപ്പുകളിൽ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകളും സൈക്കോട്രോപിക് മരുന്നുകളും അടക്കം വിൽപ്പന നടത്തുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. എന്നാൽ അനധികൃത മരുന്ന് വിൽപ്പന മാത്രമല്ല, ഡോക്ടർമാരുടെ പേരും വ്യാജ ലെറ്റർ പാഡും കൈയക്ഷരവും ഉപയോഗിച്ച് കുറിപ്പടികൾ ഉണ്ടാക്കുക, ഡോക്ടർമാർ നൽകിയ പഴയ കുറിപ്പടികളിൽ നടുഭാഗത്ത് വെള്ളപ്പേപ്പർ ഉപയോഗിച്ച് പകർപ്പെടുത്ത ശേഷം ആവശ്യമായ മരുന്നുകളുടെ പേരുകൾ എഴുതി ചേർക്കുക തുടങ്ങി ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുന്ന സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തം. നടുവിലാ മരുന്ന് എഴുതിയിരിക്കുന്ന ഭാഗം മറച്ചിട്ട് അതിന്റെ കളർ പ്രിന്റ് എടുക്കും. എന്നിട്ട് അതിൽ മെഡിസിൻ എഴുതും. അതിപ്പോ എല്ലാ മരുന്നുകളും എഴുതും, ആന്റിബയോട്ടിക്കും സൈക്കോട്രോപിക് ഡ്രഗ്സുകളും എല്ലാം എഴുതും. അതാ ആവശ്യമുള്ള മരുന്നുകൾ എഴുതും. എന്തായാലും അത് എന്ത് മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിടിക്കുന്നത്? അതായത് സ്ഥിരം പ്രിസ്ക്രിപ്ഷൻ ആളുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ. സ്ഥിരം ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നോക്കും, അതിൽ വ്യത്യാസം കാണും. പിന്നെ മരുന്നിന്റെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കോഡുകളുണ്ട്, ഫാർമസിക്കുള്ള കോഡുകളുണ്ട്, RX കോഡൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. മുതിർന്നവർ മാത്രമല്ല, വിദ്യാർത്ഥികളും ഡോക്ടർമാരുടെ സൈക്കോട്രോപിക് മരുന്ന് കുറിപ്പടികൾ ദുരുപയോഗം ചെയ്യുന്നു. മറ്റൊരാൾക്കായി നൽകിയ കുറിപ്പടി വാട്സപ്പിലൂടെ വാങ്ങി മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്നതും പതിവാണ്. പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളത് ഡബിൾ ചെക്ക് ചെയ്തിട്ടാണ്, വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളത് ഡിസ്പെൻസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊബൈലിൽ വാട്സാപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ചിലരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എമർജൻസി സംഭവങ്ങളിൽ ആണ് പേഷ്യൻ്റ് ഉള്ളതെന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിസിൻ വേണമെന്നും പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടറിൽ ചിലപ്പോൾ എൻക്വയറി വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാവും. കാരണം അവർക്ക് ചിലപ്പോൾ ജെനുവിനായിരിക്കാം പേഷ്യൻറ്റിൻ്റെ, പക്ഷേ നമുക്ക് ഈ വാട്സാപ്പിൽ വരുന്ന മൊബൈലിൽ പിക്ചർ എടുത്തിട്ട് വരുന്ന രീതിയിൽ ഡിസ്പെൻസ് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനായ ഡോക്ടർ വിവേകിന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡും കൈയക്ഷരവും ഉപയോഗിച്ച് കുറിപ്പടി ഉണ്ടാക്കി ആശുപത്രി ഫാർമസിയിൽ നിന്നും സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള ശ്രമം നടന്നു. ഫാർമസിസ്റ്റുകൾ കൃത്യമായി ഇടപെട്ട് ഡോക്ടറെ വിളിച്ചന്വേഷിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് മരുന്ന് നൽകുന്ന കൗണ്ടറിൽ നിന്ന് വ്യാജന്മാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നെ പോലുള്ള പല സൈക്യാട്രിസ്റ്റുകളുടെ വ്യാജ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടും ഇങ്ങനെ വാങ്ങിക്കുന്ന പല സിറ്റുവേഷൻസ് ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഈയിടയ്ക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആക്ച്വലി വന്നിട്ട് ഒരു കള്ള പ്രിസ്ക്രിപ്ഷനായിട്ട് ആ മരുന്ന് വെച്ച് മരുന്ന് വാങ്ങിക്കാൻ പോലും ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ പലതവണയും നമ്മുടെ അടുത്ത് പല മെഡിക്കൽ ഷോപ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇത് നിങ്ങളുടെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ആണോ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പാഡും അതേപോലെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കോപ്പി ചെയ്തിട്ട്, പക്ഷേ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും. അത് ഡോക്ടറിനും പല സമയത്ത് മെഡിക്കൽ ഷോപ്സിലും കണ്ടുപിടിക്കാം. പക്ഷേ ഒരു 10 കേസുകളിൽ ചിലപ്പോൾ 2-3 ഇത് പൊങ്ങി വരാറുള്ളൂ. നിർജീവമായ സർക്കാർ പരിശോധനകളാണ് ഇക്കൂട്ടർക്ക് വളമാകുന്നത്. ക്യാമറമാൻ അലോഷി കാർലോസ് ഡെസ്മോനൊപ്പം കെബിൻ കെനഡി, ന്യൂസ് മലയാളം, കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെബിൻ കെനഡി ചേരുന്നുണ്ട്. മുൻപ് കെബിൻ തന്നെ തന്ന റിപ്പോർട്ടുകൾ മരുന്ന് വ്യാപകമായി സൈക്കോട്രോപിക് മരുന്നും ഉൾപ്പെടെയുള്ള മരുന്നുകൾ വിൽപ്പന നടത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെയുള്ള വിൽപ്പന സംബന്ധിച്ച വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യാജ കുറിപ്പടി തരപ്പെടുത്തിക്കൊണ്ട് മരുന്ന് വാങ്ങുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വലിയ ഒരു തരത്തിലുള്ള നിയമലംഘനം ഈ മേഖലയിൽ നടക്കുന്നുവെന്ന് അല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് കൂടുതൽ വിശദാംശം? തീർച്ചയായും ഗൗതം, വലിയ രീതിയിലുള്ള ഒരു നിയമലംഘനമാണ്
ഈ മേഖലയിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നാഥനില്ല കളരിയായി മാറുന്ന ഒരു സാഹചര്യമാണ് മരുന്ന് വിൽപ്പന മേഖലയിൽ, അതായത് മാഫിയകൾ പിടിമുറുക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, പണ്ടൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ വ്യാജ ഡോക്ടർമാർ തമ്മിലാണ് തട്ടിപ്പ് നടത്തുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൈടെക് രീതികൾ ഉപയോഗിച്ച്, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംഘടിതമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു, ആൻറ്റിബയോട്ടിക്കും സൈക്കോട്രോപിക് ഡ്രഗുകളും ഉൾപ്പെടെയുള്ളവ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് മെഡിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെ നൽകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ന്യൂസ് മലയാളത്തോടെ ഉറപ്പ് നൽകിയതാണ്. അതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഡോക്ടറുടെ കുറിപ്പടി നൽകുന്ന വ്യാജ സംഘം സംസ്ഥാനത്ത് വിലസുന്നുവെന്ന് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലായത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഡോക്ടർമാരുടെ കൈയക്ഷരവും അതേപോലെ തന്നെ ലെറ്റർ പാഡും സീലും പേരും ഉൾപ്പെടെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോറുകളിലും അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രികളിലെ ഫാർമസികളിലും പോയി മരുന്ന് വാങ്ങാനുള്ള ശ്രമം നടക്കുന്നു. നേരത്തെ വിവേക് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 10ൽ 2 കേസുകൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. ബാക്കിയൊന്നും പിടിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇതിനെതിരെയുള്ള ശക്തമായുള്ള പോലീസിൻ്റെ അന്വേഷണവും ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിൻ്റെ അന്വേഷണവും വേണമെന്നാണ് ഡോക്ടർമാരും മെഡിക്കൽ ഷോപ്പുകളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായത് ഷെഡ്യൂൾഡ് എച്ച് വിഭാഗത്തിൽപ്പെട്ട സൈക്കോട്രോപിക് ഡ്രഗുകൾ അടക്കം മുതിർന്നവർ മാത്രമല്ല വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘങ്ങൾ ഇതേപോലെ മെഡിക്കൽ സ്റ്റോറുകളിലെത്തി വാങ്ങാൻ ശ്രമിക്കുന്നു. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യത്തിൽ, ഡോക്ടറുമായി വിളിച്ചു ചോദിക്കുന്ന സാഹചര്യത്തിൽ ഇത് വ്യാജമാണെന്ന് തെളിയുകയും അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഇവർ ആ മെഡിക്കൽ ഷോപ്പിൽ പ്രശ്നമുണ്ടാക്കുകയും പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഈ മരുന്ന് കൊടുക്കുന്ന കൗണ്ടറിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഒരു വർഷം നമ്മുടെ കേരളത്തിൽ 15,000 കോടിയുടെ മരുന്നിൻ്റെ വിൽപ്പനയാണ് നടക്കുന്നത്. ഇത്തരം അതായത് അതിൽ തന്നെ സൈക്കോട്രോപിക് ഡ്രഗുകളും അതേപോലെ ആൻറ്റിബയോട്ടിക് മരുന്നുകളും ഉൾപ്പെടെ ഒരു 7,000 കോടി രൂപയുടെ മരുന്ന് വിൽപ്പന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മാഫിയകൾക്ക് വളമാകുന്നത് നമ്മുടെ നിർജ്ജീവമായ സർക്കാർ സംവിധാനങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കൃത്യമായ ഓപ്പറേഷൻ അമൃത് പോലുള്ള പദ്ധതികൾ രൂപീകരിച്ചെങ്കിലും അതിൻ്റെ മുന്നോട്ട് പോക്ക് തടഞ്ഞിരുന്നു. നമുക്കറിയാം ഈ വർഷം 2024 ആദ്യത്തോടുകൂടി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതാണ് ഇത്തരത്തിൽ, അതായത് ഈ വർഷം അവസാനത്തോടുകൂടി ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗം ഉൾപ്പെടെയുള്ളവ നിർത്തുമെന്ന കാര്യം വീണ ജോർജ് നിയമസഭയിൽ ഉറപ്പ് നൽകിയതാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ സംസ്ഥാനത്തെ പല കേന്ദ്രങ്ങളിലായി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ സുലഭമായ വിൽപ്പന നടത്തുന്നത് കണ്ടു. രണ്ടാമത് മാനസികാനാരോഗ്യത്തിന് നൽകുന്ന മരുന്നുകൾക്ക് കണ്ടു. അതേപോലെ തന്നെ ഈ വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കുന്ന, അത് കൃത്യമായി പറഞ്ഞാൽ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിൽ തന്നെ അതായത് കെവിൻ, ഈ ഘട്ടത്തിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം ഇത് പുറത്തു വരുന്നത് ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യമല്ല, ഇതൊരു സംഘം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിന് വ്യത്യസ്തമായ തലത്തിലാണ് ഈ വ്യാജ കുറിപ്പടി ഉണ്ടാക്കുന്നതെന്ന് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നിലധികം പേർ പ്രവർത്തിച്ചാൽ മാത്രം സാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒപ്പം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ മൊബൈൽ വാട്സാപ്പ് വഴി പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നതിന് ശേഷം മരുന്ന് വാങ്ങുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ മെഡിക്കൽ ഷോപ്പ് ഉടമകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ തട്ടിപ്പ് വ്യാപിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതിന് പിന്നിലൊരു വലിയ സംഘം തന്നെ, വലിയ ലൂബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തെന്നാൽ ഈ മരുന്ന് വിൽപ്പന രംഗത്ത് വലിയൊരു കെവിൻ തുടരുക. ഇപ്പോൾ ഡോക്ടർ വിവേക് ഉള്ളാട്ടിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ വിവേക്, വാർത്ത ശ്രദ്ധിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് വലിയ തലവേദനയായി മാറുന്ന ഒരു വാർത്ത, ഒപ്പം തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു വാർത്ത. ഇത്തരത്തിൽ ഈ വ്യാജ കുറിപ്പടി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ സൈക്കോട്രോപിക് മരുന്നുകൾ ഉൾപ്പെടെ വാങ്ങുന്ന ഈ ഒരു വാർത്തയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതെങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കരുതുന്നത്? ഞാൻ ഡോക്ടർ യു വിവേക്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്, ചെന്നൈ മെഡിസിറ്റി ഹോസ്പിറ്റൽ. ഈ വ്യാജ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മരുന്നുകൾ വാങ്ങിക്കുന്നത് ഇപ്പോൾ വളരെ കൂടി വരികയാണ്. എൻ്റെ തന്നെ കള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ച് പല സമയത്തും പല മെഡിക്കൽ ഷോപ്പിൽ നിന്നും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് ഡോക്ടറിന്റെ എൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആണെന്ന്. പക്ഷെ പല സമയത്തും നമ്മളൊരു 10 പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ കള്ള 10 പ്രിസ്ക്രിപ്ഷൻ വരുമ്പോൾ 1 or 2 പുറത്തു വരുന്നുള്ളൂ. ഒരു തവണ അവിടെ കിട്ടാതെ വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലും വന്നിട്ട് ഈ പ്രിസ്ക്രിപ്ഷൻ വെച്ച് വാങ്ങിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു വലിയ സംഘം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.
ഇതിൽ ഏറ്റവും കഷ്ടമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പേഷ്യൻസ്, ഈ മരുന്നുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് പേഷ്യൻസിന് കൊടുത്താൽ നല്ലതാണ്. പക്ഷെ മോശമായ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഇതിനോട് അഡിക്ഷനൊക്കെ ഉള്ള ആൾക്കാർ, ഈ ഉറക്ക ഗുളികൾ തുടങ്ങിയ സാധനങ്ങൾ 1, 2, 3, 10 വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കത് കിട്ടാതെ വരുമ്പോഴാണ് ഡോക്ടർമാരുടെ കള്ള പ്രിസ്ക്രിപ്ഷൻ അവർ സ്വന്തമായി ഉണ്ടാക്കി അത് വെച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ നോക്കുന്നത്. അങ്ങനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളെയൊക്കെ അത് കാര്യമായി ബാധിക്കാം. ഇതിന് പല മെഡിക്കൽ ഷോപ്സും വളരെ സ്ട്രിക്റ്റ് ആണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ആ കറക്റ്റ് ടൈമും ഒക്കെ വെച്ച് നോക്കിയിട്ടേ അവർ കൊടുക്കുള്ളൂ. പക്ഷെ ചില സമയത്ത് ഇവർ അത് ദുരുപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റും അതേപോലെ നമ്മുടെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും കുറച്ചും കൂടി കെയർഫുൾ ആവണം. ഡെഫിനറ്റ്ലി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ സംഘങ്ങൾ വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. എന്റെയൊക്കെ തന്നെ പ്രിസ്ക്രിപ്ഷന്റെ അതേപോലെയുള്ള ഒരു കോപ്പി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഹാൻഡ് റൈറ്റിങ്ങും അതിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മെഡിക്കൽ ഷോപ്പുകൾക്ക്. ഇപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത്. ഒരേ അതിന്റെ കൺസൾട്ടേഷൻ ഏരിയയുടെ അടുത്തുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ദൂര സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാൻ നോക്കി. പക്ഷെ അതിൽ കുറച്ച് ചേഞ്ചസ് ഫുൾ അവർ കോപ്പി ചെയ്യാൻ ശരിയാവാത്തത് കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആവണം. അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ശരിക്കുള്ള രോഗികൾക്ക് അത് ബുദ്ധിമുട്ടാവും. ഡോക്ടർ, മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. ഒരുപക്ഷെ ഈ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വാങ്ങുന്ന മരുന്നുകൾ അത് വ്യത്യസ്തങ്ങളായ മരുന്നുകൾ, പ്രത്യേകിച്ച് സൈക്കോട്രോപിക് മരുന്നുകളൊക്കെ ആകുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മരുന്നുകളാണ്. അപ്പോൾ ഈ കുറിപ്പടി സംബന്ധിച്ച് ഇതിനൊരു ഓതൻറ്റിസിറ്റി നിലനിർത്താൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇങ്ങനത്തെ മരുന്നുകൾ നമ്മൾ ചിലപ്പോൾ ഷെഡ്യൂൾ എക്സ് എന്ന് പറഞ്ഞ മരുന്നുകളുണ്ട്, ഷെഡ്യൂൾ അങ്ങനത്തെ ചില മരുന്നുകളുണ്ട്. അതിന് നമ്മൾ ഡബിൾ പ്രിസ്ക്രിപ്ഷൻ, അതേപോലെ പ്രിസ്ക്രിപ്ഷൻ വിത്ത് സൈൻ ആൻഡ് സീൽ, ഇതൊക്കെ നമ്മൾ എൻഷുർ ചെയ്യണമെന്ന് റൂൾസ് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും ഫോളോയും ചെയ്യാറുണ്ട്. ആൻഡ് അത് ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പുകൾ മിക്കവാറും എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. ആൻഡ് ഗവൺമെന്റ് സൈഡിൽ നിന്നും ഡ്രഗ് കൺട്രോളിന്റെ സൈഡിൽ നിന്നും ഒരു ഫ്രീക്വന്റ് ചെക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ വിവേക് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഏറ്റവും ഗുരുതരമായ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ വ്യാജ കുറിപ്പടി നിർമ്മിച്ച ശേഷം അതുപയോഗിച്ച് സൈക്കോട്രോപിക് മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങുകയും അത് സുലഭമായി ആ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്ന സംഘം സംസ്ഥാനത്ത് സജീവമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ന്യൂസ് മലയാളം അന്വേഷണത്തെ തുടർന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് കെബിൻ കെന്നഡിയാണ് കൊച്ചിയിൽ നിന്ന്.